രാഷ്ട്രീയ കൂറ് അത് ജനാധിപത്യത്തിൽ എത്രമാത്രം അപകടകരമാണ് എന്നറിയാമോ? അതും ഉദ്യോഗസ്ഥർക്കിടയിലുള്ളത്. ഭരിക്കുന്ന സർക്കാരിനെ പ്രീതിപ്പെടുത്താനായി ഭരിക്കുന്ന സർക്കാരിനെതിരെ പ്രതിഷേധം നടത്തുന്നവരെ മുന്നും പിന്നും നോക്കാതെ അടിച്ചമർത്തുക, എന്നിട്ട് അടിച്ചമർത്തിയ ഉദ്യോഗസ്ഥർക്ക് പാരിതോഷികവും പുരസ്കാരങ്ങളും നൽകുക. അതെ, ഈ ജനാധിപത്യ രാജ്യത്ത് നടക്കുന്ന കോലം കെട്ട കളികളാണിതൊക്കെ. അതും അന്നം തന്ന് ജീവൻ നിലനിർത്തുന്ന കർഷകരെ അടിച്ചമർത്തി ഒതുക്കി ഇല്ലാതാക്കാൻ പരിശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഹരിയാന സർക്കാർ പുരസ്കാരം നൽകുകയാണ്. അത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്തവർ. മോദി ഭരിക്കുന്ന കേന്ദ്രത്തിൽ മിനിമം താങ്ങുവിലയ്ക്ക് വേണ്ടി സമരം നടത്തുന്നവരെ ഇല്ലാതാക്കാൻ എന്നും മോദിക്ക് ഏറെ ഇഷ്ടമാണ്. അവിടെയാണ് ഹരിയാന സർക്കാരിന്റെ പാരിതോഷികവും പുരസ്കാരവും. എന്നാൽ മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ BJPയുടെ കോലം കത്തിച്ച് വേറിട്ടൊരു പ്രതിഷേധം തന്നെ കടുപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ. മരണത്തെ മുഖാമുഖം കണ്ട കൂട്ടത്തിലുള്ളവർ വെടിയുണ്ടകൾക്ക് ഇരയാവുമ്പോഴും തങ്ങൾ വിളയിച്ചെടുത്ത ഭക്ഷ്യധാന്യങ്ങൾക്ക് ഈ രാജ്യം നൽകേണ്ടത് നൽകിയേ മതിയാവൂ എന്ന് തീർച്ചപ്പെടുത്തുന്നത്, അതാണ് അവരെ സമരത്തിലേക്ക് ഇറക്കിയത്. അപ്പോൾ പിന്നെ അവർ BJPയുടെ കോലം കത്തിച്ചതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പിന്നെ മൂക്കത്ത് വിരൽ വെച്ചു പോകുന്നത് ഹരിയാന സർക്കാരിന്റെ പുരസ്കാര കലാപരിപാടികൾക്ക് മാത്രമാണ്. പ്രതിഷേധ സമരം നടത്തുന്ന കർഷകർ പഞ്ചാബിലും ഹരിയാനയിലുമായിട്ടാണ് BJPയുടെ കോലം കത്തിച്ചത്. സംയുക്ത കിസാൻ മോർച്ച, അതായത് രാഷ്ട്രീയ ഇതര വിഭാഗം, കിസാൻ മസ്ദൂർ മോർച്ച എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ വേറിട്ട പ്രതിഷേധ സമരം നടത്തിയത്. ഹരിയാനയിലെ ശംഭു അതിർത്തിയിലും പ്രതിഷേധക്കാർ BJP കോലം കത്തിച്ചു. കർഷക സമരത്തിന്റെ ഡൽഹി ചലോ മാർച്ച് ശംഭു അതിർത്തിയിൽ തടയുകയും കർഷകരെ ഭീകരമായി മർദ്ദിക്കുകയും ചെയ്ത ഹരിയാന പോലീസിനെ അതിലെ 6 ഉദ്യോഗസ്ഥർക്ക് ധീരതാ പുരസ്കാരം നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ നേതാക്കൾ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതാനും ദിവസം മുമ്പാണ് ഹരിയാന സർക്കാർ കേന്ദ്ര സർക്കാരിന് ഇത് സംബന്ധിച്ച് കത്തും നൽകിയത്. കർഷക സമരത്തെ അടിച്ചമർത്താൻ മുന്നിട്ട് നിന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ധീരതാ പുരസ്കാരം നൽകാനുള്ള സംസ്ഥാന സർക്കാർ തീരുമാനം ശക്തമായി ചെറുക്കുമെന്നാണ് SKM നേതാവ് സർവൻ സിംഗ് പൻതർ പറയുന്നത്. ഡൽഹി ചലോ മാർച്ച് തടയാനും കർഷകരെ മർദ്ദിക്കാനും നേതൃത്വം നൽകി 3 IPS സംസ്ഥാന പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവാർഡ് നൽകണമെന്നാണ് BJP സർക്കാർ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ കൂറു പുലർത്തുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് അവാർഡ് നൽകുന്നത് വഴി അവാർഡിന്റെ മഹത്വം നഷ്ടമാകും. മിനിമം താങ്ങുവില, കാർഷിക വായ്പ എഴുതിത്തള്ളൽ, കർഷക പെൻഷൻ, MS സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ നടപ്പാക്കുക എന്നീ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെ കർഷകർ സമരരംഗത്ത് തുടരുമെന്നുമാണ് നേതാക്കൾ പറയുന്നത്.